ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ക്ലാസ് 1 ഇംഗ്ലീഷ് 2025-26 ഓണം എക്സാം ഫസ്റ്റ് ടേം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ആക്ടിവിറ്റി, അപ്പോൾ ടീച്ചർ തരുന്ന ഇൻസ്ട്രക്ഷൻ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ലിസൺ ടു യുവർ ടീച്ചർ, ആൻസർ ദി ക്വസ്റ്റ്യൻ കെയർഫുള്ളി. അപ്പോൾ ടീച്ചർ എന്താണോ പറയുന്നത് അല്ലേ, ആക്ടിവിറ്റി 1 എന്താണ്, ലിസൺ ആൻഡ് ഡു അല്ലേ, ശ്രദ്ധിച്ചിട്ട് ചെയ്യാനുള്ളതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ എ സർക്കിൾ അറൗണ്ട് ദി സ്മോൾ കാർ. സ്മോൾ കാറിന് ചുറ്റും ഒരു സർക്കിൾ ഡ്രോ ചെയ്യാനാണ്, ഒരു വട്ടം, ഒരു സർക്കിൾ. ഇതിലേതാണ് സ്മോൾ കാറ്? ഇതെന്താണ് വലിയ കാറ്, ബിഗ് കാറാണ് അല്ലേ. ഇത് സ്മോൾ കാറില്ലേ, ചെറിയ കാറാണ്. അപ്പോൾ ഈ സ്മോൾ കാറിന് ഒരു സർക്കിൾ ഡ്രോ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഒരു സർക്കിൾ അല്ലേ, ഒരു സർക്കിൾ ചെയ്യാനാണ് സ്മോൾ കാറിന്. ഓക്കെ, ബിഗ് കാറിന് ചോദിച്ചാൽ ബിഗ് കാറിന് സർക്കിൾ ചെയ്യണം. ഇവിടെ സ്മോൾ ചെറിയ കാറിന് സർക്കിൾ ചെയ്യുക. ഗീവ് കളർ ടു 5 ബോൾസ്. രണ്ടാമത്തെ ചോദ്യം അല്ലേ, 5 ബോൾസ്, 5 ബോൾസിന് കളർ ചെയ്യാനാണ് അല്ലേ, നിറം നൽകാനാണ്. ഗീവ് കളർ ടു 5 ബോൾസ്. അപ്പോൾ ഇതിൽ എത്ര ബോൾ ഉണ്ട്? ഇതിൽ 5 ബോൾ. 5 ബോൾസിന് മാത്രം കളർ ചെയ്താൽ മതി. 1 2 3 4 5 അല്ലേ, 5 ബോൾസിന് മാത്രം കളർ ചെയ്താൽ മതി. ബാക്കി 2 ബോൾസിന് കളർ ചെയ്യണ്ട അല്ലേ. 5 ബോൾസ് എണ്ണീട്ട് 5 ബോൾസിന് മാത്രം കളർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, ഗീവ് റെഡ് കളർ ടു ദി ബൈസൈക്കിൾ. അല്ലേ, ഈ സൈക്കിളിന് റെഡ് കളർ അല്ലേ, റെഡ് കളർ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റെഡ് കളർ അല്ലേ, റെഡ് എടുത്തിട്ട് റെഡ് കളർ ഈ സൈക്കിളിന് ഒക്കെ നിങ്ങൾ കൊടുക്കുക. ഓക്കെ, സൈക്കിളിന് റെഡ് കളർ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കളർ ദി ജീപ്പ് അല്ലേ, നാലാമത്തെ. ഇതിൽ ജീപ്പ് അല്ലേ, ഇത് ഏതൊക്കെയുണ്ട്? ബസ്സുണ്ട്, കാറുണ്ട്, ഓട്ടോറിക്ഷ ഉണ്ട്, ജീപ്പ് ഉണ്ട് അല്ലേ. ജീപ്പിന് ഇഷ്ടമുള്ള കളർ കൊടുക്കുക അല്ലേ, കളർ പറഞ്ഞിട്ടില്ല. റെഡ് കളർ കൊടുക്കാൻ പറഞ്ഞാൽ റെഡ് കളർ കൊടുക്കുക. ഇവിടെ ജീപ്പിന് കളർ കൊടുക്കാനാണ് പറഞ്ഞത്. ഇതിലേതാണ് ജീപ്പ്? ഇതാണല്ലേ ജീപ്പ്. അപ്പോൾ ജീപ്പിന് മാത്രം കളർ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ മനോഹരമായിട്ട് കളർ ചെയ്യുക. ബസ്സിനും കാറിനും ഒന്നും കൊടുക്കണ്ട, ജീപ്പിന് മാത്രം കളർ ചെയ്യുക. അഞ്ചാമത്തെ ചോദ്യം, ഡ്രോ എ സർക്കിൾ അറൗണ്ട് ദി റാബിറ്റ്. റാബിറ്റിന് ചുറ്റും ഒരു സർക്കിൾ, ഒരു റൗണ്ട് വരക്കാനാണ് പറഞ്ഞത്. ഇതിലേതാണ് റാബിറ്റ്? ഇതല്ലേ റാബിറ്റ്, മുയൽ. അപ്പോൾ റാബിറ്റിന് ചുറ്റും സർക്കിൾ ചെയ്യാനാണ് പറഞ്ഞത്. മങ്കി ഉണ്ട്, റാറ്റ് ഉണ്ട്, അതിനൊന്നും സർക്കിൾ ചെയ്യണ്ട. റാബിറ്റ് അല്ലേ, റാബിറ്റിന് ചുറ്റും എന്താണ്, ഒരു സർക്കിൾ അല്ലേ, സർക്കിൾ ചെയ്യാനാണ് പറഞ്ഞത്. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ആക്ടിവിറ്റി അല്ലേ, ആക്ടിവിറ്റി 2, ഹൂ സെഡ് ദിസ്. ആരാണ് ഇത് പറഞ്ഞത് അല്ലേ, ഹൂ സെഡ് ദിസ്, ആരാണ് പറഞ്ഞത്, ഹൂ. ജോയിൻ ദി ഡയലോഗ് കറക്റ്റ്ലി. ഇപ്പോൾ ഡയലോഗ്സ് തന്നിട്ടുണ്ടല്ലേ, ഓരോരുത്തർ പറഞ്ഞ ഡയലോഗുകൾ, അത് കറക്റ്റായിട്ട് ജോയിൻ ചെയ്യുക. ആരാണ് ഇത് പറഞ്ഞത്? ഹൂ സെഡ് ദിസ്. ഈ ഡയലോഗ് പറഞ്ഞത് ആരാണ്? ഐ ഹാവ് എ ബിഗ് ബീക്ക്. എനിക്കെന്താണ്, ഒരു വലിയ ബിഗ്ഗായിട്ടുള്ള ബീക്ക് ഉണ്ട്, ചുണ്ടുകളുണ്ട്. ആരാണത് പറഞ്ഞത്? ആരുടെ ഡയലോഗാണ്? ജില്ലിൻ്റെ ഡയലോഗാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ മാച്ച് ചെയ്യുക അല്ലേ, അപ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്യുക അല്ലേ. ആരാണ് പറഞ്ഞ ആ ഡയലോഗില്ലേ, ആരാ പറഞ്ഞത്? ഹൂ സെഡ് ദിസ് അല്ലേ, പറഞ്ഞ ആളിലേക്ക് മാച്ച് ചെയ്യുക, അങ്ങനെ ജോയിൻ ചെയ്യുക. ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ് അല്ലേ, ഇത് റിപ്പീറ്റ് ചെയ്യരുത് അല്ലേ. ആരാണ് പറഞ്ഞത്? അത് ബിയറാണ് പറഞ്ഞത് അല്ലേ, ഇത് റിപ്പീറ്റ് ചെയ്യരുത് അല്ലേ, ഇനി ആവർത്തിക്കരുത് എന്ന് പറഞ്ഞത്. ഐ ഹാവ് എ ഹോൺ. എനിക്കൊരു ഹോണുണ്ട് അല്ലേ. ഹോൺ ഉള്ളത് ആർക്കാണ്? ബസ്സിന് അല്ലേ, ബസ്സിനാണ്. എനിക്ക് ഹോൺ ഉണ്ടെന്ന് പറഞ്ഞത് ആരാണ്? ബസ്സാണ് പറഞ്ഞത്. ഐ ഹാവ് എ ഹോൺ, എനിക്കൊരു ഹോണുണ്ട്. ഐ ആം ഔട്ട് എന്ന് പറഞ്ഞത് ഇതാ പുറത്തേക്ക്, ഔട്ടില്ലേ, പുറത്തേക്ക് വരുന്നത് ആരാണ്? ഇതാ ഇവിടെ ഉണ്ടല്ലേ, ഔട്ട് അല്ലേ, തോട് പൊളിച്ച് പുറത്തേക്ക് വരികയാണ്. ഐ ആം ഔട്ട് അല്ലേ, പുറത്തേക്ക് വന്നിട്ട് ഞാൻ പുറത്ത് വന്നു എന്ന് പറയുകയാണ്. ഐ ആം ഔട്ട്. ഓ മൈ ലൈറ്റ്, എൻ്റെ ലൈറ്റ് അല്ലേ, എൻ്റെ ആരുടെ ലൈറ്റ് അവിടെ പൊട്ടി കിടക്കുന്നത്? കാറില്ലേ. അപ്പോൾ കാറ് പറയാണ് ഓ മൈ ലൈറ്റ് അല്ലേ, എൻ്റെ ലൈറ്റുകളിലെ എൻ്റെ ലൈറ്റ് പൊട്ടി എന്നുള്ളതിൽ ഓ മൈ ലൈറ്റ് എന്ന് പറഞ്ഞത് കാറാണ്. അപ്പോൾ ഓരോരുത്തർക്കും അനുയോജ്യമായ ഡയലോഗ് ആരാണ് പറഞ്ഞതില്ലേ. എനിക്കൊരു ബിഗ് ബീക്ക് ഉണ്ടെന്ന് പറഞ്ഞത് ജില്ലില്ലേ. അപ്പോൾ ആരാണ് എന്തൊക്കെയാണ് പറഞ്ഞത് അത് മാച്ച് ചെയ്യുക, ടീച്ചർ വായിച്ചു തരും. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്താൽ മതി. ഓരോ ഡയലോഗുകളും ആരാണ് പറഞ്ഞത് എന്നതിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യുക, ഇങ്ങനെ മാച്ച് ചെയ്യുകയാണ് വേണ്ടത്. അടുത്തത് ആക്ടിവിറ്റി 3, നെയിം കാർഡ്. ആക്ടിവിറ്റി 3, നെയിം കാർഡ്. അപ്പം നെയിം കാർഡ് തന്നിട്ടുണ്ട്. ദിസ് ഈസ് ജിൽ അല്ലേ, ജില്ലിൻ്റെ നെയിം കാർഡാണ് ഇത്. ദിസ് ഈസ് ഡിൽ അല്ലേ, ഡില്ലിൻ്റെ നെയിം കാർഡാണ് അല്ലേ, കാർഡ് നെയിമൊക്കെ വെച്ചിട്ടുള്ളൊരു കാർഡാണിത്. അപ്പോൾ ജില്ലിൻ്റെ നെയിം കാർഡിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? ദിസ് ഈസ് ജിൽ, ഇത് ജില്ലാണ്. ജിൽ ഈസ് ഗ്രീൻ, ജില്ലിൻ്റെ കളർ ഏതാണ്? ഗ്രീൻ കളറാണല്ലേ, ജിൽ ഈസ് ഗ്രീൻ. ജിൽ ഹാസ് എ ബിഗ് ബീക്ക് അല്ലേ, ജില്ലിന് വലിയ ചുണ്ടില്ലേ, ബീക്ക് എന്താണ്? ബിഗ് ആണല്ലേ, ബിഗ് ബീക്കാണുള്ളത്. ജിൽ ഹാസ് എ ബിഗ് ബീക്ക് അല്ലേ, ജില്ലിനൊരു വലിയ ചുണ്ടുണ്ട്, ബിഗ് ബീക്ക് ഉണ്ട്. അതേപോലെ ഡിൽ എന്താണ്? ദിസ് ഈസ് ഡിൽ. ഡിൽ ഈസ് ഗ്രീൻ, ഡിൽ എന്താണ്? ഗ്രീൻ കളറാണ്. ഡിൽ ഹാസ് ലോങ് ലെഗ്സ്, ലോങ് ഇല്ലേ, നീണ്ട ലെഗ്സ് ആണ് ഡില്ലിനുള്ളത്. ഡിൽ ഹാസ് ലോങ് ലെഗ്സ്, നീണ്ട കാലുകളുണ്ട്. ജില്ലിന് എന്താ ഉള്ളത്? ജിൽ ഹാസ് എ ബിഗ് ബീക്ക് അല്ലേ, വലിയ ചുണ്ടുകളുണ്ട് അല്ലേ, ഹാസ് ഉണ്ട്.
ഡില്ലിന് എന്താണുള്ളത്? ഡിൽ ഹാസ് ലോങ് ലെഗ്സ് അല്ലേ, നീളമുള്ള കാലുകളാണുള്ളത്. അതുപോലെ നമ്മളൊരു നെയിം കാർഡ് ഉണ്ടാക്കണം. ആരുടേത്? റില്ലിൻ്റെ നെയിം കാർഡ്. ഓക്കെ, പ്രിപ്പയർ എ നെയിം കാർഡ് ഓഫ് റിൽ. റില്ലിൻ്റെ നെയിം കാർഡ് എന്താണ്? ദിസ് ഈസ് റിൽ അല്ലേ, റില്ലല്ലേ പേര്. അപ്പോൾ ദിസ് ഈസ് റിൽ, ഇത് റില്ലാണ്. റിൽ ഈസ് ഗ്രീൻ. റിൽ ഏതാണ് കളർ? ഗ്രീൻ കളറാണ്. റിൽ ഹാസ് എ റെഡ് റിങ് അല്ലേ, റെഡ് റിങ് അല്ലേ റില്ലിനുള്ളത്, നമ്മൾ പഠിച്ചതാണ് അല്ലേ. റില്ലിന് എന്താണ്? കഴുത്തിൽ റെഡ് റിങ് ഉണ്ട് ഇല്ലേ. റിൽ ഹാസ് എ റെഡ് റിങ് അല്ലേ, ഒരു ചുവന്ന റിങ് ഉണ്ട് അല്ലേ. റില്ലിന് എന്താണുള്ളത്? കഴുത്തിലൊരു ചുവന്ന റിങ് ഉണ്ട് അല്ലേ, റെഡ് റിങ് ഉണ്ട്. അപ്പോൾ റിൽ ഹാസ് എ റെഡ് റിങ് അല്ലേ. അതേപോലെ ഇവിടെ ഡില്ലില്ലേ, ഇത് ഡില്ലാണ്. ഡില്ലിന് എന്താണുള്ളത്? ലോങ് ലെഗ്സ് ആണുള്ളത്. ജില്ലിന് എന്താണുള്ളത്? ജിൽ ഹാസ് എ ബിഗ് ബീക്ക് അല്ലേ, വലിയ ചുണ്ടുകളാണുള്ളത്. അതുപോലെ ആരുടെ? റില്ലിന് എന്താണുള്ളത്? റിൽ ഹാസ് എ റെഡ് റിങ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 4 അല്ലേ, 4ാമത്തെ ആക്ടിവിറ്റിയാണ്. ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. വാട്ട് വിൽ ദി റാബിറ്റ് സേ? കംപ്ലീറ്റ് ദി കോൺവെർസേഷൻ. കോൺവെർസേഷൻ സംഭാഷണം പൂർത്തിയാക്കാനാണ്. റാബിറ്റ് എന്താണ് പറഞ്ഞത് അല്ലേ? ഇവിടെ എന്താണ്? കരടി അല്ലേ, നമ്മുടെ ബിയർ എന്ത് പറയുന്നുണ്ട്? ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് അല്ലേ, ഇനി ആവർത്തിക്കരുത് അല്ലേ, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഇനി അത് റിപ്പീറ്റ് ചെയ്യരുതില്ലേ, ഡോണ്ട് അരുത്. അപ്പോൾ റാബിറ്റ് എന്ത് പറയും അല്ലേ? ഐ ആം സോറി അല്ലേ, ഞാനത് റിപ്പീറ്റ് ചെയ്യില്ല, സോറി ഞാനത് ചെയ്തത് തെറ്റാണല്ലേ, ഇനി ഞാനത് റിപ്പീറ്റ് ചെയ്യില്ല അല്ലേ, ഐ ആം സോറി അല്ലേ, സോറി പറയും. റാബിറ്റ് പയം തിന്ന് പയത്തൊലി എറിഞ്ഞിട്ടാണ് ബിയർ അത് വൈക്ക് വീണതില്ലേ, ചവിട്ടിട്ട്. അപ്പോൾ എന്താണ്? അപ്പോൾ ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് ബിയർ പറയാം. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് അല്ലേ, ഇനി ഇത് ആവർത്തിക്കരുത്, ഡോണ്ട് അല്ലേ, ചെയ്യരുത്. അപ്പോൾ എന്താണ്? ഞാൻ ചെയ്ത തെറ്റിന് സോറി അല്ലേ, നമ്മൾ തെറ്റ് ചെയ്താൽ നമ്മൾ സോറി പറയണ്ടേ, ഐ ആം സോറി അല്ലേ, സോറി എന്ന് പറയും. നെക്സ്റ്റ് 5ാമത്തെ ആക്ടിവിറ്റി. ആക്ടിവിറ്റി 5 ആഡ് എ ലൈൻ ടു ദി സോങ്. ഈ സോങ്ങിന് ലൈൻസിലെ വരികൾ കൂട്ടിച്ചേർക്കാൻ. ആഡ് എ ലൈൻ ടു ദി സോങ്. ലൈൻസ് കൂട്ടിച്ചേർക്കാം. ഇവിടെ എലിഫൻ്റ് ഉണ്ട്, റാബിറ്റ് ഉണ്ട്, ഡക്ക് ഉണ്ട് അല്ലേ, ഇവരൊക്കെ കളിക്കുന്നുണ്ട്, പ്ലേ ചെയ്യുന്നുണ്ട് അല്ലേ. റെയിനിൽ പ്ലേയിങ് ഇൻ ദി റെയിൻ അല്ലേ, റെയിനിൽ ചാടി കളിക്കുകയാണ് അല്ലേ. ഇപ്പോൾ പോളീസ് ഫ്രണ്ട്സ് ആർ പ്ലേയിങ്. പോളിയുടെ ഫ്രണ്ട്സ് കളിക്കുകയാണ്, പ്ലേ ചെയ്യുകയാണ്. പ്ലേയിങ് ഇൻ ദി റെയിൻ അല്ലേ, റെയിൻ മയത്താണ് കളിക്കുന്നത്, പ്ലേയിങ് ഇൻ ദി റെയിൻ. ദി എലിഫൻ്റ് ഈസ് പ്ലേയിങ്. എലിഫൻ്റ് എന്താണ്? പ്ലേ ചെയ്യുകയാണ്, കളിക്കുകയാണ്. പ്ലേയിങ് ഇൻ ദി റെയിൻ അല്ലേ, മയത്ത് കളിക്കുകയാണ്, പ്ലേയിങ് ഇൻ ദി റെയിൻ അല്ലേ. റിപ്പീറ്റഡ് ലൈൻസ് ആണ്. അതുപോലെ നമ്മളെന്താണ്? ഒറ്റ വാക്ക് ഇവിടെ ചേർത്താൽ മതി അല്ലേ, സെയിം റിപ്പീറ്റാണ്. പോളീസ് ഫ്രണ്ട്സ് ആർ പ്ലേയിങ് ഇൻ ദി റെയിൻ അല്ലേ, രണ്ടും ഒരുപോലെയാണ്. ഡാഷ് ഈസ് പ്ലേയിങ് അല്ലേ, ഇവിടെ ദി എലിഫൻ്റ് ഈസ് പ്ലേയിങ് എന്നാണ് അല്ലേ. എലിഫൻ്റ് കളിക്കുന്നുണ്ട്, അതുപോലെ അടുത്ത ആര് കളിക്കുന്നുണ്ട്? റാബിറ്റ് കളിക്കുന്നുണ്ട് അല്ലേ. ദി റാബിറ്റ് ഈസ് പ്ലേയിങ് എന്ന് കൊടുക്കാം അല്ലേ. ദി ഡക്ക് ഈസ് പ്ലേയിങ് അല്ലേ, താറാവ് കളിക്കുന്നുണ്ട്. ഇവിടെ റാബിറ്റ് ഉണ്ടല്ലേ. ഈ എലിഫൻ്റ് എന്നുള്ളതിന് പകരം ഇവിടെ ആരാളുള്ളത്? അവരുടെ പേരാക്കിയാൽ മതി അല്ലേ. ദി എലിഫൻ്റ് ഈസ് പ്ലേയിങ് എന്നാണ് 3ാമത്തെ ലൈന് അല്ലേ, 3rd ലൈന്. അപ്പോൾ ഇവിടെ എന്താണ്? അടുത്ത ആളെടുക്കുക. ദി റാബിറ്റ് ഈസ് പ്ലേയിങ് ഇൻ ദി റെയിൻ അല്ലേ, സെയിം എല്ലാം റിപ്പീറ്റഡ് ആണ്. ഇവിടെ എന്താണ്? എലിഫൻറ്റിനെ മാറ്റിയിട്ട് നമ്മൾ റാബിറ്റോ ഡെക്കോ ആക്കിയാൽ മാത്രം മതി. ഇത്രയായിരുന്നു കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ചോദ്യങ്ങൾ. അപ്പോൾ ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് കണ്ടിട്ട് ഈ വർഷത്തത് എല്ലാവരും നന്നായിട്ട് എഴുതുക. ഓൾ ദി ബെസ്റ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.